മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ.വി. തോമസ്. ലോകപ്രസിദ്ധരായ ചിത്രകാരന്മാർ തങ്ങളുടെ ചിത്രങ്ങളിൽ എന്തെങ്കിലും രഹസ്യം ഒളിപ്പിച്ചു വയ്ക്കാറുണ്ട്. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ലാസ്റ്റ് സപ്പർ എന്ന ചിത്രത്തിലെ നിഗൂഢതകളെപ്പറ്റി പറയുന്ന ഡാവിഞ്ചി കോഡ് എന്ന നോവൽ പ്രശസ്തമാണല്ലോ. രഹസ്യാത്മകത കലയുടെ മൗലിക സ്വഭാവമാണ്. കലയുടെ ഭാഷയിൽ രഹസ്യാത്മകത അഥവാ മാജിക് ഉണ്ട്. എന്നാൽ ശാസ്ത്രഭാഷയിൽ രഹസ്യത്തിന് സ്ഥാനമില്ല. അത് യുക്തിയുടെ അഥവാ ലോജിക്കിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു. ഒന്നും കൂട്ടിയാൽ 2 എന്നത് ശാസ്ത്രയുക്തിയും ഒന്നും കൂട്ടിയാൽ ഇമ്മിണി വലിയ 1 എന്നത് കാവ്യയുക്തിയുമാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ മുറ്റമോ മുല്ലയോ മണമോ വരുന്നില്ല. പകരം മറ്റു ചിലതാണ് വരുന്നത്. അതിപരിചയം അനാദരമുളവാക്കും എന്ന ആശയം അതിലുണ്ട്. ഇതൊരു മാറ്റിപ്പറച്ചിലാണ്, അല്ലെങ്കിൽ മറ്റേ പറച്ചിലാണ്. അതിന് മെറ്റഫർ എന്നും പറയും. കാവ്യഭാഷ മെറ്റഫറിൻ്റെ മറ്റേ പറച്ചിലിൻ്റെ ഭാഷയാണ്. നേരെ മറിച്ച് ശാസ്ത്രഭാഷ ഒന്നും മറച്ചു വയ്ക്കുന്നില്ല. ഒരു വാക്കിന് ഒരർത്ഥം മാത്രം. രണ്ടാമതൊരർത്ഥത്തിൻ്റെ നിഴൽ പോലും അവിടെ പാടില്ല. എന്നാൽ കാവ്യഭാഷയിൽ രഹസ്യങ്ങളേ ഉള്ളൂ, നിഴലുകളേ ഉള്ളൂ, സന്ദേഹങ്ങളേ ഉള്ളൂ. ഒരു ഉദാഹരണം വഴി ഇത് വ്യക്തമാക്കാം. കുമാരനാശാൻ്റെ പൂക്കാലം എന്ന കവിതയിലെ ഒരു ശ്ലോകം: പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവു പൂക്കുന്ന ശോകം, വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാട് അന്തിമേഘങ്ങൾ പോലെ. പ്രത്യക്ഷത്തിൽ ഇതൊരു പശ്ചാത്തല വിവരണം മാത്രം. മുല്ല പൂക്കുന്നു, ഇലഞ്ഞി പൂക്കുന്നു, തേന്മാവ് പൂക്കുന്നു, അശോകം പൂക്കുന്നു, പൂക്കളെ കൊണ്ട് വേലിയുടെ വർണ്ണം വർദ്ധിക്കുന്നു, കാട് അന്തിമേഘങ്ങളെ പോലെ ചുവക്കുന്നു. ഇവിടെ ഒരു രഹസ്യവുമില്ല എന്ന് തോന്നും. പക്ഷേ ഇവിടെ പറഞ്ഞ പ്രകൃതി ദൃശ്യം ഒരു ചിത്രമായി വരയ്ക്കാൻ പറഞ്ഞാലോ? മുല്ല, ഇലഞ്ഞി, തേന്മാവ് തുടങ്ങിയവ എവിടെ വരയ്ക്കും? മാത്രമല്ല, ഇവിടെ വേറൊരു പ്രശ്നവും ഉയർന്നു വരുന്നു. ഇതെല്ലാം തൻ്റെ വീട്ടുമുറ്റത്ത് നിന്നുകൊണ്ടുള്ള കവിയുടെ കാഴ്ചയാണ്. അപ്പോൾ ആദ്യം ഒരു വീട് വരയ്ക്കണം, പിന്നെ അതിനൊരു മുറ്റം. മുറ്റത്ത് ഞാനൊരു മുല്ല നട്ടു എന്നതിന് പ്രകാരം മുറ്റത്ത് വേണം മുല്ല നടാൻ. മുറ്റത്തൊരറ്റത്ത് പുത്തിലഞ്ഞി എന്നാണ് പ്രമാണം. തേന്മാവിൻ്റെ സ്ഥാനം തൊടിയിൽ, അശോകം നടവഴിയുടെ ഓരത്ത്, പിന്നീട് പൂത്ത വള്ളിച്ചെടികൾ കയറിക്കിടക്കുന്ന ഒരു വേലി, അതിനപ്പുറം കാട്. ഈ വീടും മുറ്റവും തൊടിയുമെല്ലാം കവി വാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് സമയം സന്ധ്യയാണെന്നും വരുന്നു. പൂക്കുന്നു ഇതാ മുല്ല എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് കവി മുല്ലയ്ക്കരികിലാണ് നിൽക്കുന്നതെന്നും വ്യക്തമായി. ആദ്യ വായനയിൽ കാണാത്ത രഹസ്യങ്ങൾ പിന്നീട് നോക്കുമ്പോൾ തെളിഞ്ഞു വരുന്നു. അതാണ് കാവ്യഭാഷയുടെ മാജിക്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.